ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇനി ഞാനൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് കാണുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. കുട്ടികളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അവർക്ക് ഒത്തിരി ഇഷ്ടമാവും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെൽക്കം ടു മൈ ചാനൽ. ആദ്യം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഞാനൊരു കപ്പ് അവലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഒരു 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുത്താൽ മതി. എന്നിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം. ഞാനിതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. നല്ലതുപോലെ പൊടിയേണ്ട ആവശ്യമില്ല കേട്ടോ, നേരിയൊരു തരി ഉണ്ടാവണം, അങ്ങനെയാണ് അവൽ പൊടിച്ചെടുക്കേണ്ടത്. ഇനി ആ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ണിയപ്പത്തിക്കൊക്കെ നമ്മൾ തേങ്ങ അരിഞ്ഞ് ചേർക്കില്ല, ആ ഒരു രീതിക്കാണ്ടോ ഞാൻ അരിഞ്ഞിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മുടെ തേങ്ങാക്കൊത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് കോരി മാറ്റാണ്. ഇനി ഞാൻ അടുത്തത് കടല വറുത്തെടുക്കുകയാണ്. കടല വറുക്കാത്ത കടല ആയതുകൊണ്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. ഒരു 2 മിനിറ്റോളം ഞാനിതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട്. വറുത്ത കടലയാണെന്നുണ്ടെങ്കിൽ വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. കടലയ്ക്ക് പകരം അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. നമ്മുടെ കടല നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നുണ്ട്. അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നല്ലതുപോലെ ഇതാക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ആ എണ്ണയിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഒരു 7ഓളം നേന്ത്രപ്പഴം കേട്ടോ, എനിക്ക് കുറച്ചധികം ക്വാണ്ടിറ്റി വേണം, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് നേന്ത്രപ്പഴം എടുക്കാം. അത് നമുക്ക് നല്ലതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വറുത്താൽ മതി, കരിയരുത്. അങ്ങനെ നമ്മുടെ പഴം ഇവിടെ നല്ലതുപോലെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. കുറച്ച് പഴുപ്പേറിയ പഴമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു മുറി തേങ്ങയാണ് കേട്ടോ, ഒരു മുറി തേങ്ങയാണ്, ഒരു കപ്പോളം ഉണ്ടാകും. ആ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് അതൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഒരു 2 മിനിറ്റോളം നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പഴവും തേങ്ങയൊക്കെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങാക്കൊത്തും നമ്മുടെ കടല ചെറുതായിട്ട് പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലായിടത്തും കടലയും തേങ്ങയൊക്കെ എത്തുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ ആ പൊടിച്ച് വെച്ച അവലുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാണ്. എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ നമുക്ക് അത് മിക്സ് ചെയ്യാം. ഇനി ഞാനതിലേക്ക് 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിച്ചത് ചേർത്ത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു ട്രേയിലേക്ക് മാറ്റാണ്. ഇതൊന്ന് ചൂടാറണം കേട്ടോ, ചൂടാറിയാലേ നമുക്കത് ഷേപ്പാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പരന്ന പാത്രത്തിലേക്ക് ആ മിക്സ് ഒന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഷേപ്പാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു ബോൾ ഷേപ്പാണ് ആക്കുന്നത്. അങ്ങനെ ഞാനിത് എല്ലാതും ഇതുപോലെയുള്ള ഷേപ്പാണ് കേട്ടോ ആക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കാം. അങ്ങനെ ഞാൻ ആ മിക്സ് എല്ലാം ഇതുപോലെ ആക്കിയിട്ടുണ്ട്. എനിക്കിങ്ങനത്തെ 2 പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ 7 പഴത്തുനിന്ന്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്രൈ ചെയ്യാതെയും നമുക്ക് കഴിക്കാം. ജസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, ഡീപ്പ് ഫ്രൈ വേണ്ട, ഒരു ഷാലോ ഫ്രൈ മതി കേട്ടോ. അങ്ങനെ ഞാൻ ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ബോള് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമാണ് വേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് അപ്പോൾ തന്നെ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. ഇത് ഫ്രൈ ചെയ്യണമെന്നില്ല, ഫ്രൈ ചെയ്യാതെയും കഴിക്കാം, നല്ല ടേസ്റ്റാണ്. ഫ്രൈ ചെയ്യുമ്പോൾ ആ അവലിൻ്റെ അതൊക്കെ നല്ലതുപോലെ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും കേട്ടോ.
നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. എനിക്ക് ഫ്രൈ ചെയ്തതാണ് ഒന്നുകൂടെ ഇഷ്ടമായത്. അങ്ങനെ ഇതാ നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.